നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തം. തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഒരു മുറിയിലെ കാഴ്ച കണ്ട് അന്തം വിട്ടു. ഒരു മുറിയിൽ നോട്ടുകെട്ടുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തിയതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിവരമറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഗതി ഗൗരവത്തിലെടുത്തു. തുടർന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൊളീജിയം വിളിച്ചു ചേർത്തു. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി കൊളീജിയം വിളിച്ചു ചേർത്തത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്നാൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കണമെന്ന് കൊളീജിയത്തിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തം. അപ്പോൾ ജഡ്ജി അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് പെട്ടെന്ന് തന്നെ അഗ്നിശമന സേന അവിടെ എത്തി. തുടർന്നാണ് അതിനാടകീയമായ രംഗങ്ങൾ ആ വീട്ടിൽ അരങ്ങേറുന്നത്. ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ് അഗ്നിരക്ഷാസേനയെ വിളിപ്പിച്ചു വരുത്തിയത്. തുടർന്ന് ഫയർഫോഴ്സ് അംഗങ്ങൾ തീയണച്ചു. സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിലോ വീട്ടിലോ തീപിടുത്തമുണ്ടായാൽ തുടർന്നുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും തീപിടുത്തമുണ്ടായ ഈ വീട്ടിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. ഇതിനിടയിലാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത്. പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണമാണ് എന്ന് പോലീസ് കണ്ടെത്തി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ പെട്ടെന്ന് തന്നെ ഭയപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവരാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വിവരം എത്തിച്ചത്. ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ പണം കണ്ടെത്തിയെന്ന വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിക്കുന്നു. ജുഡീഷ്യയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അവിടെ നടന്നത്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പെട്ടെന്ന് തന്നെ കൊളീജിയം വിളിച്ചു ചേർത്തു. അടിയന്തര കൊളീജിയത്തിന് എല്ലാവരും എത്തണം എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകി. കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. തുടർന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹൈക്കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാം എന്ന് കൊളീജിയം ഐക്യകണ്ഠേന തീരുമാനമെടുക്കുന്നത്. എന്നാൽ നടപടി ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയാൽ അത് ജുഡീഷ്യറിക്കുണ്ടാക്കിയ കളങ്കം തീരില്ല എന്ന് ഭൂരിപക്ഷ കൊളീജിയം അംഗങ്ങളും പറയുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നാണ് അവരുടെ ആവശ്യം. യശ്വന്ത് വർമ്മയോട് അടിയന്തരമായി രാജിവെക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെടണമെന്നും ചില അംഗങ്ങൾ പറയുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് ഈ സംഭവത്തിന് വന്നിരിക്കുന്നത്. രാജിക്ക് തയ്യാറല്ല എങ്കിൽ ചീഫ് ജസ്റ്റിസ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ആവശ്യവും കൊളീജിയം മുന്നോട്ട് വയ്ക്കുന്നു. ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിച്ച് അഴിമതി ആരോപണമുണ്ടായാൽ ആ ആരോപണ വിധേയനായ ജഡ്ജിയിൽ നിന്ന് തന്നെ ആദ്യം വിവരം ശേഖരിക്കുക എന്നതാണ് പ്രാരംഭ നടപടി. തുടർന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകേണ്ടതുണ്ട്. ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പാർലമെന്റിനും കടക്കാം. ഡൽഹി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയും ജസ്റ്റിസ് വിഭു ഭാക്രുവും കഴിഞ്ഞാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയാണ് മുന്നിൽ. 2014 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് വർമ്മ. 2021 ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നത്. അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി AN വർമ്മയുടെ മകനാണ് യശ്വന്ത് വർമ്മ. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെക്കുറിച്ച് ഇത്തരമൊരു വാർത്ത വന്നത് പൊതുവെ ജഡ്ജിമാർക്കിടയിൽ വലിയ ആശ്ചര്യമാണ് ഉണ്ടാക്കിയത്. വലിയ നാണക്കേടും. ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന ഈ സംഭവം രാജ്യത്തിനാകെ നാണക്കേടാണ് എന്ന് പല മുൻ ജസ്റ്റിസുമാരും ഇതിനകം തന്നെ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ മാധ്യമങ്ങളും ഈ സംഭവത്തിന് വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.